ഇന്ന് ഇപ്പോൾ പിണറായി വിജയൻ്റെ വീടുകളിലും വീണ വിജയൻ്റെ ഓഫീസിലൊക്കെ റെയ്ഡ് നടക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇവർ ഒതുക്കി തീർത്ത ഒരു പരിപാടിയാണ്. പല ആളുകളും ഇപ്പോഴും ആ കാര്യം ഓർക്കുന്നുണ്ടോ, അതിൻ്റെ വിശദാംശങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഈ ഇടപാടുകളിൽ, ഈ ദുരൂഹ ഇടപാടുകളിൽ ഒരുപാട് തട്ടിപ്പിൻ്റെയും പണ ചെലവിൻ്റെയൊക്കെ തന്നെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് കാണാമെന്നുള്ളത്. അതായത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ്, ആ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ആണ് ഈ ക്രമക്കേട് കണ്ടെത്തുന്നത്. അതായത് 2017-നും 20-നും ഇടയ്ക്ക് കരിമണൽ കർത്തായുടെ CMDRL അല്ലേ, CMRL ഈ CMRLിൽ നിന്ന് 1.72 കോടി, അതായത് 1,72,00,000 രൂപ വീണ വിജയനും അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും കൈപ്പറ്റി എന്നുള്ളതാണ്. ഇത് കൈപ്പറ്റിയത് സേവനം നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൈപ്പറ്റിയത്. അപ്പോൾ ആ കൈപ്പറ്റിയത് IT സേവന കൺസൾട്ടൻസി സേവനം, ഇതിനാണ് കൈപ്പറ്റിയത്. IT കൺസൾട്ടൻസി നമ്മൾ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ ലോഞ്ചിങ് അല്ലെ അതിൻ്റെ സർവീസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഇത് കടലാസിൽ മാത്രമേ ഉള്ളൂ. അല്ല, അതാണ് കാര്യം. നമ്മുടെ നാട്ടിലെ പ്രമുഖ സ്ഥാപനങ്ങൾ പലരും പല മറ്റ് സ്ഥാപനങ്ങളുടെ കൺസൾട്ടൻസി ആണ്. അപ്പോൾ അവർ കൺസൾട്ടൻസി ഫീ ഉണ്ട്. പക്ഷേ അത് അംഗീകൃത സ്ഥാപനങ്ങളും വളരെ പേര് കേട്ട വളരെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമൊക്കെ ഉള്ള പ്രമുഖ സ്ഥാപനങ്ങൾ മാത്രമേ നോർമൽ കേസിൽ ഏത് സ്ഥാപനവും കൺസൾട്ടൻസി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുള്ളൂ. കാരണം അവരാണ് കൺസൾട്ട് ചെയ്ത് ഇവരെ കാര്യങ്ങൾ പരിഹരിക്കേണ്ട ആളുകൾ. ഈ എക്സാലോജിക് എന്ന് പറയുന്ന മെനിഞ്ഞാന്ന് തുടങ്ങി ആരൊക്കെയാണ് ഇത് നടത്തിക്കണമെന്ന് പോലും വീണ വിജയനല്ലാതെ ആരെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരു സ്ഥാപനത്തിന് ഇത്രയും വലിയ തുക കൊടുക്കാമെന്നത് അവിശ്വസനീയമാണ്. ഇത് മോഹിനിയാട്ടം സിനിമ തന്നെയാണ്. മോഹിനിയാട്ടം സിനിമയിൽ എന്താണ്, അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ അമ്മയുടെ കേസിനകത്ത് ദല്ലാൽ നന്ദകുമാർ 75 ലക്ഷം രൂപ, അത് സെയിം സംഭവം തന്നെയാണ് ഇതും. ഇവരെല്ലാം ഒരു നെക്സസിൽ. അതായത് അവിടെ അമ്പലം വഴിയാണ് പിരിവ് നടത്തിയതെങ്കിൽ ഇവിടെ ഈ തട്ടിക്കൂട്ട് കമ്പനി വഴിയാണ്. മുഖ്യമന്ത്രിക്കുള്ള മാസപ്പടി ആകുമല്ലോ മകൾക്ക്, അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഇവര് പറയുന്നത് ഞങ്ങൾ കൊടുത്ത IT സേവനങ്ങൾക്ക് കിട്ടിയ പണമാണ് ഇതെന്നാണ്. പക്ഷെ IT സേവനങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഏതിൻ്റെ പേരിൽ വരുന്നു? ഈ നിർവചനം മാറുന്നു. സേവനങ്ങൾക്ക് കൊടുത്ത പ്രതിഫലം എന്നുള്ളത് മാറി മാസപ്പടി എന്നുള്ളതാണ്. മാസപ്പടിയാണല്ലോ. അപ്പോൾ ഈ മാസപ്പടി എന്നുള്ള പറയുമ്പോൾ മാത്രമല്ല, കരിമണൽ കർത്തായുടെ ബുക്കിനകത്ത് PV ഉണ്ടായിരുന്നു. അത് പിണറായി വിജയനാണെന്ന് ഇപ്പോൾ ഉറപ്പായല്ലോ. എന്നിട്ട് വേറെ പല PVകളുടെ നേരൊക്കെ ഇവർ വെല്ല ചൂണ്ടി. അതെ. അപ്പോൾ എന്താണെങ്കിലും ഈ മാസപ്പടി ആണ് ഈ വാങ്ങിയത്. അപ്പോൾ ഇതിന് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന നമ്മുടെ അന്തം കമ്മി ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് GST അടച്ചിട്ടുണ്ട്. മാസപ്പടിക്ക് GST അടച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പനിയാണ് വീണ. അതായത് വീണ പിന്നെയും അത്രേ ഉള്ളൂ. അപ്പനും സുഭദ്രയും ഡ്രസ്സും വീണ മാത്രമുള്ള കമ്പനിയാണ് എക്സാലോജിക്. അപ്പോൾ അതിൽ എക്സാലോജിക് സൊല്യൂഷൻസ് IT മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുമായിരുന്നു. ഇതാണ് ഇതിന്റെ. ഇല്ല, അത് പൂട്ടി. അപ്പൊ ഈ 2017-20 കാലയളവിൽ 1,72,00,000 രൂപയാണ് വീണയ്ക്കും എക്സാലോജിക്കിനും കിട്ടിയത്. അപ്പോൾ നോക്കിക്കോണം, വീണയിൽ നിന്ന് IT മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനം ലഭിക്കാൻ 2016 ഡിസംബറിലാണ് CMRL ഒരു കരാറുണ്ടായത്. അതായത് 2016 മെയ്യിൽ മുഖ്യമന്ത്രിയാകുന്നു, തൊട്ട് പുറകെ കച്ചവടം തുടങ്ങുന്നു. മെയ് കഴിഞ്ഞു. മെയ് എന്ന് പറയുമ്പം 5-ാം മാസം, 7 മാസത്തിനുള്ളിൽ സോഫ്റ്റ്വെയർ 2016 ഡിസംബറിൽ സോഫ്റ്റ്വെയർ സേവനങ്ങൾക്കായി കരാർ. അതെ. എന്നിട്ട് ശ്രദ്ധിച്ചോണം, 2017 മാർച്ചിൽ മറ്റൊരു കരാറുണ്ടാക്കി. ആദ്യം സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് കരാറുണ്ടാക്കി, പിന്നെ വേറൊരു കരാർ കൂടി ഉണ്ടാക്കി. എന്നിട്ട് ഇതനുസരിച്ച് വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം, എക്സാലോജിക്കിന് 3 ലക്ഷം, അങ്ങനെ മൊത്തം. അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു കമ്പനിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ MDക്ക് ഒന്ന്, കമ്പനിക്ക് വേറൊന്ന് ആണല്ലോ നമ്മൾ മാസപ്പടി എന്ന് പറയും. അവരതിനെ നമ്മൾ പറയുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം. അത് ചുമ്മാതിരിക്കുന്ന ഒരാൾക്ക്, ഇപ്പം നമ്മൾ സാധാരണ ഒരു ഇപ്പം ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഇപ്പോൾ IT സൊല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെ IT സംബന്ധമായ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ഇനി മെഷീൻ സംബന്ധമായ, ഇതിനൊക്കെ AMC ആണ് ഉള്ളത്, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ്. അതൊരു തുകയാണ്. ഇപ്പം നമ്മൾ ചില മെഷീനറി ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ. ഇപ്പം നമ്മളൊരു മെഡിക്കൽ ലാബിൽ അവിടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ, അനലൈസർ എന്ന് പറയും, ബയോകെമിസ്ട്രി അനലൈസർ. ഞാനിത് പറയാൻ കാര്യം, ഞാൻ മെഡിക്കൽ ലാബ് നടത്തിയിട്ടുണ്ട്. ഈ മെഡിക്കൽ ലാബിൽ നമ്മൾ വാങ്ങുന്ന ഈ ബയോകെമിസ്ട്രി അനലൈസറിന് AMC ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ലാബ് നടത്തുന്ന സമയത്ത് അതിന്
12,000 രൂപയും GST ആണ് ഒരു വർഷം. നമുക്ക് ഈ 12,000 രൂപ GST കൊടുക്കണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരത് ഫ്രീ ആയിട്ട് പരിഹരിച്ചു. കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ 12,000 രൂപയും അവർക്ക് കൊടുക്കണം, പോകും. അപ്പം നമ്മൾ സാധാരണ IT ആണെങ്കിലും എന്താണെങ്കിലും ഇതിനകത്ത് AMC ആണ് സാധാരണ എല്ലായിടത്തും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മാത്രം എല്ലാ മാസവും കൊടുക്കുകയാണ്. ഇതിന് നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്ക് പറ്റിയ പേര് മാസപ്പടി മാധുള്ള എന്ന് ഇടണമെന്നൊരു സംശയമുണ്ട്. കാരണം ബാലകൃഷ്ണൻകുടിയാണെന്നുള്ള പ്രസിദ്ധമായ ഒരു കഥാപാത്രമുണ്ട്, മാസപ്പടി മാധുള്ള. അപ്പം ഇങ്ങനെ ഈ 2017 മാർച്ച് മുതൽ വീണയ്ക്ക് 5 കമ്പനിക്ക് 3 ഉള്ളൂ, വീണയ്ക്ക് 5. അതോർത്തോണം അവിടെയും നമ്മൾ ശ്രദ്ധിച്ചോണം. 3 ലക്ഷം കമ്പനിക്ക് കിട്ടുമ്പോൾ വീണ വിജയന് പണിയുന്ന കമ്പനിക്ക് 3, നോയിക്കൊണ്ടിരിക്കുന്ന MDക്ക് 5. അപ്പം അതനുസരിച്ച് ഈ 2020 വരെ വീണയ്ക്ക് 55 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 1.17 കോടി, അങ്ങനെയാണ് മൊത്തം 1,72 ലക്ഷം രൂപ വാങ്ങിയത്. എന്നാൽ ഇതിനകത്ത് ട്വിസ്റ്റ് വരുന്നത് എവിടെയാണെന്നറിയോ? ഈ എൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇത് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ CMRLൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാറും ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറും ഒരു മൊഴി കൊടുത്തു. കരാർ പ്രകാരമുള്ള സേവനങ്ങൾ എന്തെങ്കിലും ലഭിച്ചതായി ഞങ്ങൾക്കറിയില്ല. പിന്നെന്തിനാണ് ഈ 1,72 ലക്ഷം രൂപ? ഇതിനെന്തിനാണ് ഇവർ GST അടച്ചത്? അതായത് മാസപ്പടി കേസിൽ ഇവർ GST അടച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ മൊഴി നൽകി. ഈ 2 സുരേഷ് കുമാർ, ഒന്ന് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഒന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇവർ രണ്ടുപേരും ചീഫ് ജനറൽ മാനേജർ, ഇവർ രണ്ടുപേരും മൊഴി നൽകിയതിന് ശേഷം ഈ മൊഴി അവർ എഴുതിയെടുത്തല്ലോ. അപ്പോൾ ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ഈ കരിമണൽ കർത്തായി കമ്പനിയുടെ MD കർത്തപടി കൊടുക്കുകയാണ് ഈ 2 എണ്ണത്തിന്. അതെ, മണ്ടത്തനം ചെന്ന് പറഞ്ഞോന്ന് ചോദിച്ചോണ്ട്. അപ്പം ഈ മൊഴി പിൻവലിക്കണം. കമ്പനി ഉദ്യോഗസ്ഥർ പിന്നീട് സത്യവാങ്മൂലത്തിലൂടെ ഇതിന് ശ്രമിച്ചു ഈ മൊഴി പിൻവലിക്കാനായിട്ട്. ഞാൻ വീണ്ടും ഇവർ സത്യവാങ്മൂലം ഒരു അഫിഡവിറ്റ് കൂടെ കൊടുക്കുന്നു. പക്ഷേ ആദായ നികുതി ബോർഡ് സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഇവർ എൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ് ഇത് ശരിക്കും സേവനമല്ല, ഇയാളിൽ നിന്ന് മാസപ്പടി വാങ്ങിയതാണെന്ന് ഈ എൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ മറ്റേ എൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയതിന് ശേഷമാണ് ഇവർക്കെതിരെ ED കേസെടുക്കുന്നതും ED അന്വേഷണം ആരംഭിക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ യഥാർത്ഥ കഥ. അതായത് 1.72. ഏതായാലും നമ്മുടെ നാട്ടിലൊരു പുതിയ സാമ്പത്തിക ക്രമം ഈ കമ്പനി നടപ്പിലാക്കി എന്നുള്ളതാണ്. അല്ല, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു 2016 മെയ് മാസത്തിൽ. 2016 ഡിസംബറിൽ എക്സാലോജിക്കും വീണയും തൈക്കണ്ടി വീണയും, അതായത് പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള തൈക്കണ്ടി വീണ, അവർ മാത്രമുള്ള ഒരു കമ്പനി ഈ കരിമണൽ കർത്തായുടെ CMRLുമായി ഒരു കരാർ ഒപ്പുവെക്കുന്നു. IT സൊല്യൂഷൻ, അത് എല്ലാം തട്ടിക്കൂട്ടാണ്, അത് മനസ്സിലാക്കിക്കോണം. അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലല്ലോ, IT സൊല്യൂഷൻസിന് വേണ്ടി ഇത് കൊടുക്കുന്നു. ഇതിന് പ്രതിമാസം ഇവർക്ക് ശമ്പളം കൊടുക്കുകയാണ്. 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ. ഇത് കേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഒരു സ്ഥാപനത്തിന് നമ്മൾ കൺസൾട്ടൻസി കൊടുക്കുമ്പോൾ അതിന്റെ MDക്ക് പ്രത്യേക ശമ്പളവും അങ്ങനെ കൊടുക്കുക. അപ്പോൾ വേറെ ഒന്നും ഈ കമ്പനി ചെയ്യുന്നില്ല. അപ്പം ഈ CMRLന്റെ ചീഫ് ജനറൽ മാനേജറായിട്ടുള്ള സുരേഷ് കുമാറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടുള്ള സുരേഷ് കുമാറും മൊഴി കൊടുക്കുന്നു, ഇത് ഞങ്ങൾക്ക് സേവനമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വ്യക്തമാണ്. കരിമണൽ കർത്തായിൽ നിന്ന് മാസപ്പടി വാങ്ങാൻ വേണ്ടി മാത്രം ഒരു കമ്പനി വീണ വിജയൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് നിർബാധം മാസപ്പടി വാങ്ങുന്നു. ആ മാസപ്പടിക്ക് GST അടയ്ക്കുന്നു. ആ GST അടച്ചതിന് ശേഷം ഇത് നിയമവിധേയമാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം നേരെ നോക്കി പിണറായി വിജയൻ ഒരു ഓഞ്ഞ ചിരിയും ചിരിച്ച് മാധ്യമങ്ങളെയും ഇന്നാട്ടിലെ ജനങ്ങളെയും വിഡ്ഢികളാക്കി ഇത്രയും നാളും വാണു. കാലം കഴിഞ്ഞു. അയ്യപ്പൻ്റെ കോപം, അതിശക്തമായ അയ്യപ്പ കോപം ഉണ്ടാകുന്നു. പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങിയതിന് പിന്നാലെ ഇയാൾക്കെതിരെയുള്ള നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാകുന്നു. അത് ഒഴിവാകാൻ കാരണമുണ്ട്, ഇയാളെ ഭയന്നിട്ടാണ് ആ നിയന്ത്രണങ്ങളെല്ലാം നടന്നുകൊണ്ട്. അറബിക്കഥ സിനിമയിൽ അവസാനം ഇവർ പറയും, ആ മറ്റേ കരുണൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ അടുത്ത് പറയും, നാട്ടിൽ ചെല്ലുമ്പോൾ ചെരുപ്പ് മാലയിട്ട് തന്നെ സ്വീകരിക്കുമെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇയാളെ പോലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിറ്റ് നിന്നവന്മാരുടെ അടുത്ത് അതാണ് ചെയ്യേണ്ടത്. കാരണം എത്രയോ മഹാരഥന്മാരെ ആളുകൾ, എത്രയോ ലോക്കപ്പുകളിൽ കിടന്ന് അടികൊണ്ട് മരിച്ചവരുണ്ട്, ഒയാർ ശങ്കരനെ പോലെയുള്ള മരിച്ചവരുണ്ട്, എത്രയോ രക്തസാക്ഷികളുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചവർ. അവരുടെയൊക്കെ രക്തസാക്ഷിത്തിൻ്റെ മേൽ പുറത്ത് കയറിയിരുന്ന് കസേരട്ടോണ്ടിരുന്നുകൊണ്ടാണ് ഈ പൈസ വാങ്ങിച്ചതെന്ന് പണ്ട് ആ സിനിമയിൽ പറയും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വേറൊന്നുകൂടി കുടുംബം മാത്രം. വേറൊന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ബിനീഷ് കോടിയേരിയെ മയക്കുമരുന്ന് കേസിൽ, ലഹരി കേസിൽ കുടുക്കി, കള്ളക്കേസിൽ കുടുക്കി, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ബംഗളൂരുവിലെ ജയിലിൽ അടച്ചപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം ഒഴിയേണ്ടി വന്നു. എന്നാൽ ഇത്രയും വലിയ ക്രമക്കേട് നടത്തിയ വീണ വിജയന് വേണ്ടി പാർട്ടി ഒന്നടങ്കം നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിയുടേതായി മാറി. അതായത് ഇത് വ്യക്തിപരമാണ്. മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ നിരവധി അഴിമതികളിൽ നമ്പർ 1 അഴിമതിയായിരുന്നു ഇത്. മകളെ ഉപയോഗിച്ച് നടത്തിയ, മാത്രമല്ല ഇയാളുടെ വിദേശ സന്ദർശനം അന്വേഷിക്കണം. മകന്റെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. കാരണം നമുക്കറിയാം ഏറ്റവും നന്നായിട്ട് കള്ളപ്പണം കടത്താനുള്ള ഏറ്റവും നല്ല മാർഗം പ്രവാസി അക്കൗണ്ട് വഴിയാണ്, NRI അക്കൗണ്ട് വഴിയാണ്. രേഖകളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി എന്ന് പറഞ്ഞാൽ CBI ആണ്. CBI ഒരു കത്തെഴുതി ആവശ്യപ്പെട്ടാൽ മതി ഇന്റർപോൾ എടുത്ത് ഇയാളുടെ മകൻ വിവേക് കിരണിന്റെ ഗൾഫിലെ എല്ലാ സാമ്പത്തിക നടപടികളും അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഒരു കത്ത് കൊടുത്താൽ അന്വേഷിച്ചാൽ ബാക്കിയുള്ളവർ കൂടെ പുറത്തു വരും. ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വേറൊരു മന്ത്രി ഗൾഫിൽ ഭയങ്കര ഡീലിംഗ് നടത്തി. ആ മന്ത്രിക്ക് വേണ്ടി മന്ത്രിയുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ഡീൽ ചെയ്ത്. ഇത് മുഴുവൻ നടത്തുന്നത് ഗൾഫിലാണ്. അവർ നേരെ നാട്ടിൽ വരുന്നു ഈ പണവുമായിട്ട്. എന്നിട്ട് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം ഇവർ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് പല ബിനാമി പേരുകളിൽ. കാരണം NRI വന്ന് വാങ്ങുകയാണ്. NRIയെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് NRI വന്ന് വാങ്ങുന്നു. ഇതിന്റെ കണക്കും കാര്യങ്ങളിൽ ഒന്നും സംശയമില്ല. ഇതിലെല്ലാം അന്വേഷണം വരണം. പിണറായി വിജയന്റെ ഒന്നാമത്തെ മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ മാത്രമാണ് അഴിമതിയുള്ളത്. പക്ഷേ രണ്ടാം മന്ത്രിസഭയിൽ കനത്ത അഴിമതികൾ പ്രമുഖ വകുപ്പുകളിലെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം ഇന്ന് ഈ പിണറായി വിജയനെ സംരക്ഷിക്കാൻ പാർട്ടി അയാളുടെ കൂടെ നിന്നു ഈ എക്സാലോജി കേസിൽ. എന്തുകൊണ്ട് ഒരു പാർട്ടി നേതാവ് പോലും, പോളിറ്റ് ബ്യൂറോ ഉണ്ട്, പിന്നെ കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, എന്തിന് ജില്ലാ ഘടകങ്ങളുണ്ട്, അതുപോലെ ഏറ്റവും താഴേക്കുള്ള ഒരാളെങ്കിലും ചോദിച്ചോ പിണറായി വിജയൻ സഖാവേ നിങ്ങൾ സംശയത്തിന് അതീതനായിരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു? നിങ്ങൾ സംശയത്തിന് നിഴലിൽ തന്നെയാണെന്നുള്ള സത്യമാണ് ഇപ്പോൾ ആരും വിളിച്ച് പറയുന്നത്. കാരണം നിങ്ങളുടെ അടിമകൾ ചാനൽ ചർച്ചകളിൽ കയറി ഇരുന്നത് ഈ തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരുന്ന അല്ലെ പറഞ്ഞുകൊണ്ടിരുന്ന വിഡ്ഢിത്തം ഒന്ന് മനസ്സിലാക്കി നോക്കുക. എക്സാലോജിക്കിനകത്ത് എന്താണെന്നുള്ളത് എൻറ്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇൻകം ടാക്സ് എൻറ്ററിം തക്ക പരിഹാര ബോർഡ് അവർ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടും അതിനെ ഒന്നും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ അതെല്ലാം അവർ സേവനം നൽകിയതാണ്. എന്ത് സേവനം? ഒരു സേവനവും ഇല്ല. ഏതായാലും കാലം എല്ലാത്തിനും സാക്ഷിയാണ്. കർമ്മഫലം പിണറായി വിജയൻ ദൈവവിശ്വാസിയാണ്, മക്കളെ കുടുംബം എല്ലാം ദൈവവിശ്വാസികളാണ്. ഇപ്പോൾ കർമ്മഫലം അദ്ദേഹം ചെയ്തതിൻ്റെ, അതിൻ്റെ കുടുംബം ചെയ്തതിൻ്റെ ഒക്കെ തന്നെ ഒരുപാട് മനുഷ്യർ ദ്രോഹിച്ചതിൻ്റെയും വേദനിപ്പിച്ചതിൻ്റെ ഒക്കെ തന്നെ അനുഭവിക്കുകയാണ്. അന്ന് അനുഭവിക്കും. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പിണറായി വിജയൻ 3ാം തുടർഭരണത്തിന് വേണ്ടി കൈകാലിട്ടടിച്ചതും ഈ കാണുന്ന കാശ് മുഴുവൻ ഇറക്കി കളിച്ചതും ഇതുപോലെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ജനം അനുവദിച്ചില്ല. പ്രത്യേകിച്ചും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സഹകരിച്ച ഇവിടുത്തെ CPMകാരാണ്. അവർക്കുള്ള നന്ദി നമ്മൾ കൃത്യമായിട്ട് പറയണം. CPM അണികൾ തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ നേതാവ് കള്ളനാണ്, ഇയാളെ ഇനി ഒരു കസേരയിലും ഇരുത്തില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു. ഇപ്പോഴും അവർ പറയുന്നു ഇറങ്ങിപ്പോണം മിസ്റ്റർ, നിങ്ങൾ ഈ കസേരയിൽ നിന്ന്.